നാം പഠിക്കുന്നത് 5-ാം അധ്യായത്തിലെ ഗേജസ്, മീറ്റേഴ്സ് എന്നിവയെക്കുറിച്ചാണ്. ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വിവിധ അളവ് ഉപകരണങ്ങളാണ് ഇവ. മീറ്ററുകൾ നൽകുന്നത് റേറ്റ് അഥവാ നിരക്ക് ആയിരിക്കും. എന്നാൽ ഗേജുകൾ ഒരു പ്രത്യേക സമയത്തുള്ള വാല്യൂ ആണ് നൽകുന്നത്. അളവ് ഉപകരണങ്ങളെ പ്രധാനമായും 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, അനലോഗ് ഇൻസ്ട്രുമെൻ്റ് മീറ്റർ വിത്ത് അനലോഗ് ഡിസ്പ്ലേ. അതായത് ഉപകരണം പ്രവർത്തിക്കുന്നതും അനലോഗ് സംവിധാനത്തിലൂടെയാണ്, അത് ഡിസ്പ്ലേ നൽകുന്നതും അനലോഗ് സംവിധാനത്തിലൂടെയാണ്. അതായത് നീഡിൽ ഉള്ള ഉപകരണമായിരിക്കും. രണ്ടാമതായി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് മീറ്റർ വിത്ത് അനലോഗ് ഡിസ്പ്ലേ. ഇതിൻ്റെ പ്രവർത്തനം ഡിജിറ്റൽ സംവിധാനം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വഴിയായിരിക്കും, പക്ഷേ ഡിസ്പ്ലേ നൽകുന്നത് അനലോഗ് സംവിധാനം വഴിയായിരിക്കും. മൂന്നാമതായി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് മീറ്റർ വിത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ. ഇതിൻ്റെ പ്രവർത്തനവും ഡിസ്പ്ലേയും എല്ലാം തന്നെ ഡിജിറ്റൽ സംവിധാനം വഴിയായിരിക്കും. നാലാമതായി അനലോഗ് ഇൻസ്ട്രുമെൻ്റ് മീറ്റർ വിത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ. ഇതിൽ മീറ്ററിൻ്റെ സംവിധാനം അനലോഗ് ആയിരിക്കും, എന്നാൽ ഡിസ്പ്ലേ ഡിജിറ്റൽ സംവിധാനമായിരിക്കും. അടുത്തതായി നമുക്ക് ഓരോ ഉപകരണങ്ങളെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി നാം പരിശോധിക്കുന്നത് ടെമ്പറേച്ചർ ഗേജുകളെക്കുറിച്ചാണ്. 2 വിധം ടെമ്പറേച്ചർ ഗേജുകളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ടെമ്പറേച്ചർ അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്ററാണ്. സാധാരണ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ ഇവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് ഷിപ്പുകളിൽ ബൈ മെറ്റൽ ടെമ്പറേച്ചർ ഗേജ്, ഗ്യാസ് ആക്ച്വേറ്റഡ് ടെമ്പറേച്ചർ ഗേജ് എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ബൈ മെറ്റൽ ടെമ്പറേച്ചർ ഗേജ്. ബൈ മെറ്റൽ ടെമ്പറേച്ചർ ഗേജിൽ 2 വ്യത്യസ്ത ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റോട് കൂടിയിട്ടുള്ള ഒരു എലമെൻ്റാണ് ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നത്. അതായത് 2 വ്യത്യസ്ത തരം മെറ്റൽ ഷീറ്റുകൾ വേർപെടാത്ത രീതിയിൽ യോജിപ്പിച്ചതിനു ശേഷം അതിനെ സ്പൈറൽ രൂപത്തിൽ അല്ലെങ്കിൽ കോയിൽ രൂപത്തിൽ ആക്കുന്നു. ഇതിൽ ചൂട് ഏൽക്കുന്ന സമയം 2 മെറ്റലുകളും വ്യത്യസ്ത രീതിയിൽ വികസിക്കാൻ തുടങ്ങും. ഇതുമൂലം കോയിൽ നിവരുകയും അതിനനുസരിച്ച റീഡിംഗ് ടെമ്പറേച്ചർ ഗേജിൽ കാണിക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ആക്ച്വേറ്റഡ് ടെമ്പറേച്ചർ ഗേജ്. സ്റ്റെമ്മ്, കാപ്പിലറി, ബോർഡൻ ട്യൂബ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ബോർഡൻ ട്യൂബ് എന്നത് C ആകൃതിയിൽ ഉള്ള ഒരു ട്യൂബാണ്. ഇതിൻ്റെ പരിച്ഛേദം അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഓവൽ ആകൃതിയിലായിരിക്കും. ഇതിനകത്തുകൂടി മർദ്ദം പ്രവേശിക്കുമ്പോൾ ട്യൂബ് നിവരാനുള്ള പ്രവണത കാണിക്കുന്നു. ട്യൂബ് നിവരുന്നതിനനുസരിച്ച് ട്യൂബിൻ്റെ മറ്റേ അഗ്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ലിങ്ക് ചലിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സെക്ടർ, പിനിയൻ എന്നിവ പ്രവർത്തിച്ച് നീഡിലിനെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ഉപകരണമാണ് പ്രഷർ ഗേജ്. പ്രഷർ ഗേജ് മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ്. ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് ആണ് ഷിപ്പുകളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. സോക്കറ്റ്, ബോർഡൻ ട്യൂബ്, ലിങ്ക്, സെക്ടർ ആൻഡ് പിനിയൻ, ഹെയർ സ്പ്രിംഗ്, പോയിന്റർ മുതലായവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. മർദ്ദം അളക്കേണ്ട പ്രഷർ കണക്ഷൻ സ്റ്റേഷനറി സോക്കറ്റിലേക്ക് നൽകുമ്പോൾ ബോർഡൻ ട്യൂബ് വികസിക്കുന്നു. ബോർഡൻ ട്യൂബിൻ്റെ പ്രത്യേകത അത് C ആകൃതിയിലുള്ളതും അതിൻ്റെ പരിച്ഛേദം ഓവൽ ആകൃതിയിലുമാണ്. അകത്തുകൂടി മർദ്ദം കടന്നു പോകുമ്പോൾ C ആകൃതിയിലുള്ള ബോർഡൻ ട്യൂബ് നിവരാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഫലമായി അതിൻ്റെ മറ്റേ അഗ്രത്തിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ലിങ്ക് ചലിക്കുകയും ലിങ്കിനോടനുബന്ധിച്ചുള്ള സെക്ടർ തിരിയുകയും സെക്ടർ പിനിയനെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. പിനിയനിൽ സ്ഥാപിച്ചിട്ടുള്ള പോയിന്റർ ചലിക്കുന്നു. പോയിന്റർ ചലിക്കുന്നത് ഒരു ഡയലിന് മുകളിലായിരിക്കും. ഡയലിൽ ആവശ്യമായ രീതിയിൽ മർദ്ദത്തിന്റെ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കും. മർദ്ദം പിൻവലിക്കുന്ന സമയം ഹെയർ സ്പ്രിങ്ങിന്റെ സഹായത്താൽ പോയിന്റർ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. മറ്റൊരു ഉപകരണമാണ് ഗേജ് ഗ്ലാസ് അഥവാ സൈറ്റ് ഗ്ലാസ്. ടാങ്കുകളിലോ മറ്റു കണ്ടെയ്നറുകളിലോ സൂക്ഷിച്ചിട്ടുള്ള ദ്രാവകത്തിന്റെ അളവ് പുറമെ നിന്നും മനസ്സിലാക്കുന്നതിനുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്യൂബാണ് ഇത്. ടാങ്കിലെ ദ്രാവക നില നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് ഇത്. മറ്റൊരു പ്രധാന ഉപകരണമാണ് ടാക്കോമീറ്റർ. ടാക്കോമീറ്റർ ഉപയോഗിച്ച് ഒരു ഷാഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെയോ റൊട്ടേഷണൽ സ്പീഡ് നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണഗതിയിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ റവല്യൂഷൻസ് പെർ മിനിറ്റ് RPM ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ്. അടുത്തത് അമ്മീറ്റർ. അമ്മീറ്റർ എന്നാൽ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അഥവാ കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ്. ആംപിയറാണ് ഇതിൻ്റെ യൂണിറ്റ്. മറ്റൊരു പ്രധാന ഉപകരണമാണ് ഫ്ലോ മീറ്റർ. പൈപ്പുകളിലൂടെയും മറ്റും കടന്നു പോകുന്ന ദ്രാവകത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രധാന ഉപകരണമാണ് ഇൻക്ലിനോമീറ്റർ.
ഷിപ്പിലെ ചെരിവ് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് ഇൻക്ലിനോമീറ്റർ. ഇത് ഗ്രാവിറ്റിയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഷിപ്പ് തിരശ്ചീനമായി നിൽക്കുന്ന സമയം 0 റീഡിംഗ് കാണിക്കുന്നു. ഏതെങ്കിലും വശങ്ങളിലേക്ക് ചെരിയുന്നതിനനുസരിച്ച് ആ വശത്തേക്കുള്ള ആംഗിൾ ഈ ഉപകരണം നൽകുന്നു. ഇൻക്ലിനോമീറ്റർ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നു. അതായത് ടിൽറ്റ് മീറ്റർ, ടിൽറ്റ് ഇൻഡിക്കേറ്റർ, സ്ലോപ്പ് ഗേജ്, ഗ്രേഡിയന്റ് മീറ്റർ, ഗ്രേഡിയോമീറ്റർ, ലെവൽ ഗേജ്, ഡിക്ലിനോമീറ്റർ, പിച്ച് ആൻഡ് റോൾ ഇൻഡിക്കേറ്റർ തുടങ്ങിയ പേരുകളിൽ. മറ്റൊരു ഉപകരണമാണ് എൻജിൻ അവർ മീറ്റർ. ഒരു എൻജിൻ എത്ര സമയം പ്രവർത്തിച്ചു എന്ന് കണക്കാക്കുന്ന ഉപകരണമാണ് ഇത്. എൻജിൻ ആകെ പ്രവർത്തിച്ച സമയമാണ് ഇത് കണക്കാക്കുന്നത്. സ്റ്റുഡൻസ്, ഇനി നമ്മൾ പഠിക്കുന്നത് 6ാമത്തെ യൂണിറ്റ് ആണ്, വെസൽ ആൻഡ് വെസൽ ടെർമിനോളജി. ഈ യൂണിറ്റിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു വെസലിൻ്റെ കുറച്ച് നോട്ടിക്കൽ നെയിംസ് ആണ്. അതിൻ്റെ ഭാഗങ്ങൾ പറയപ്പെടുന്നത് ചില നോട്ടിക്കൽ പേരിലാണ്. അതാണ് നമ്മൾ ആദ്യം ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇതൊരു വെസലാണ്. ഇപ്പോൾ ഒരു വെസലിൻ്റെ മുൻഭാഗത്തെ നമ്മൾ ബോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെസലിൻ്റെ പിറകുവശത്തെ നമ്മൾ സ്റ്റേൺ എന്ന് പറയും. അതുപോലെ തന്നെ ആ വെസലിൻ്റെ ഇടതുവശത്തെ, വെസൽ മുൻപോട്ട് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മൾ പോർട്ട് സൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ വലതുവശത്തെ നമ്മൾ സ്റ്റാർബോർഡ് സൈഡ് എന്ന് പറയും. ഇനി വെസൽ മുൻപോട്ട് പോകുന്നതിന് അതിൻ്റെ ഫോർവേഡ് മോഷന് നമ്മൾ എഹെഡ് എന്ന് പറയും. ഒരു വെസൽ പിറകിലേക്കാണ് പോകുന്നതെങ്കിൽ ആ മോഷനെ നമ്മൾ ആസ്റ്റേൺ എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തൊരു നോട്ടിക്കൽ ടേമാണ് ബ്രിഡ്ജ്. ഒരു വെസലിനെ സംബന്ധിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു റൂം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കമാൻഡിംഗ് റൂം. അതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ വെസലിനെ നിയന്ത്രിക്കുന്ന ആൾ ഇരിക്കുന്നത്. അടുത്തത് ഗ്യാങ് വേ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പാസഞ്ചേഴ്സിന് ഒരു വെസലിലേക്ക് കയറാനും അല്ലെങ്കിൽ ഇറങ്ങാനുമുള്ള ആ പാസേജിനെയാണ് നമ്മൾ ഗ്യാങ് വേ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബെല്ലാസ്റ്റിംഗ് ആൻഡ് ഡീബെല്ലാസ്റ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു കപ്പലിനുള്ളിലേക്കാണ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കപ്പലിന് പുറത്തേക്കാണ് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് കപ്പലിനുള്ളിലേക്ക് വെള്ളം നിറയ്ക്കുന്നു, സീ വാട്ടർ. അതിനെയാണ് നമ്മൾ ബെല്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ കാണിക്കുന്നത് ആ കപ്പലിൽ ഉള്ളിൽ നിന്നും സീ വാട്ടറിനെ പുറത്തേക്ക് കളയുന്നു. അതിന് ഡീബെല്ലാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. സാധാരണ ഒരു കാർഗോ ഷിപ്പ് അതിനകത്ത് കാർഗോ നിറയ്ക്കുമ്പോഴാണ് അത് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ മാത്രമാണ് അതിന് കടലിൽ കൂടി ബാലൻസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇത് ഒരു പോർട്ടിൽ നിന്നും അടുത്ത പോർട്ടിൽ ചെന്നിട്ട് അവിടെ കാർഗോ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കുറയുകയും അതിൻ്റെ സ്റ്റെബിലിറ്റി നശിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നഷ്ടമാകും. അപ്പോൾ അതിൻ്റെ സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ട് നിരവധി ബെല്ലാസ്റ്റിംഗ് ടാങ്ക്സ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ കടൽ വെള്ളം നിറയ്ക്കും. അപ്പോൾ അതിൻ്റെ ലോഡ് കൂടുകയും അത് സ്റ്റേബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബെല്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോ ലോഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ കാർഗോ ഇല്ലാത്ത കണ്ടീഷനിൽ അതിനെ വെള്ളം നിറച്ച് നമുക്ക് അതിൻ്റെ ലോഡ് കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെയാണ് എപ്പോഴാണോ ലോഡ് കയറ്റുന്നത് ആ സമയത്ത് ഈ നിറച്ച വെള്ളത്തെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ച് വിടും, പുറത്തേക്ക് കളയും. അതിനെ നമ്മൾ ഡീബെല്ലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അടുത്തത് എൻജിൻ റൂം ലേഔട്ട്. ഒരു വെസലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എൻജിനും അതിനോടനുബന്ധിച്ചുള്ള ആക്സിലറി മെഷീൻസും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രത്യേക കമ്പാർട്ട്മെന്റിലാണ്. അത് എല്ലായ്പ്പോഴും ഒരു വെസലിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും.
ഏറ്റവും ബോട്ടം ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ അത് പിറകുവശത്തായിട്ടായിരിക്കും. ഒരു ഷിപ്പിന്റെ ഏറ്റവും പിറകുവശത്തേക്കായിരിക്കും നമ്മൾ എൻജിൻ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു എൻജിൻ റൂമിൽ ഉണ്ടായിരിക്കേണ്ട ആക്സിലറി മെഷീൻസും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് മെയിൻ എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ ടർബോ ചാർജറാണ് TC. ദെൻ ഇവിടെ എൻജിൻ റൂം ഓവർഹെഡ് ക്രെയിൻ. ആ ക്രെയിൻ ഈ റെയിൽ വഴി ഇങ്ങനെ ഓടും. നമുക്ക് വലിയ ഭാരം കൂടിയ മെഷീൻസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രെയിനാണിത്. അതേപോലെ തന്നെ ഇത് മെയിൻ എൻജിൻ ക്രാങ്ക് കേസ് ലൂബ് ഓയിൽ ടാങ്ക്. ഇത് ഇലക്ട്രിക് വർക്ക്ഷോപ്പ്. ഇത് ഇലക്ട്രിക്കൽ മെയിൻ സ്വിച്ച് ബോർഡാണ്. അതേപോലെ എൻജിൻ റൂം വർക്ക്ഷോപ്പ്. അതേപോലെ തന്നെ എക്സോസ്റ്റ് ഗ്യാസ് ബോയിലർ, എൻജിൻ സ്റ്റോർ റൂം, സ്പെയർ റൂം, അതേപോലെ തന്നെ ജാക്കറ്റ് കൂളിംഗ് വാട്ടർ എക്സ്പാൻഷൻ ടാങ്ക്, ഇൻസിനറേറ്റർ, സിലിണ്ടർ ലൂബ് ഓയിൽ ടാങ്ക്, ഹെവി ഓയിൽ സർവീസ് ടാങ്ക്, സെറ്റിലിംഗ് ടാങ്ക്, അതേപോലെ തന്നെ ഡീസൽ ഓയിൽ സർവീസ് ടാങ്ക്, സെറ്റിലിംഗ് ടാങ്ക്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻജിൻ റൂമിലായിരിക്കും. അടുത്തത് കളർ ലൈറ്റ്സ് ആൻഡ് കോഡ് യൂസ്ഡ് ഇൻ ഷിപ്സ്. അപ്പോൾ കളർ ലൈറ്റ്സ് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതൊരു വെസലാണ്. അപ്പോൾ വെസലിനകത്ത് കളർ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന ഷിപ്പിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വെസലിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് ആ കളർ ലൈറ്റ്സ് നോക്കി എതിരെ വരുന്ന ഷിപ്പിനും അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്ന ഷിപ്പിനെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ റെഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു വെസലിന്റെ പോർട്ട് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഇടത് ഭാഗത്തായിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അതിന്റെ വലത് ഭാഗത്ത് അല്ലെങ്കിൽ സ്റ്റാർ ബോർഡ് സൈഡിലായിരിക്കും. പിന്നെ വൈറ്റ് ലൈറ്റ്സ് രണ്ടെണ്ണമുണ്ട്. അതിൽ ഒരു വൈറ്റ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ആ വെസലിന്റെ ഏകദേശം മിഡിലായിട്ട് ഒരു വലിയൊരു പോസ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് മാസ്റ്റ് ഹെഡ് ലൈറ്റ് എന്നാണ്. എന്നാൽ അതിന്റെ പുറകു വശത്തായിട്ട് ഒരു വൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ സ്റ്റേൺ ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി നോക്കേണ്ടത് കളർ കോഡ്സ് ഫോർ ഷിപ്സ് പൈപ്പ് ലൈൻ. അപ്പോൾ നിരവധി പൈപ്പുകൾ ഒരു ഷിപ്പിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ കൂടി പല പല സാധനങ്ങളായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പൈപ്പിനും പ്രത്യേകം കളറിലായിരിക്കും പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ബ്ലൂ കളർ പൈപ്പാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതുവഴി പോകുന്നത് ഫ്രഷ് വാട്ടർ ആയിരിക്കും, ആ പൈപ്പിൽ കൂടി പോകുന്നത്. അതേപോലെ യെല്ലോ കളർ ആണെങ്കിൽ അതിനകത്ത് കൂടി പോകുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആയിരിക്കും. അതേപോലെ ഫ്യൂൽ ഓയിൽ പാസ് ചെയ്യുന്ന പൈപ്പിന് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. ഡീസൽ ഓയിൽ പാസ് ചെയ്യുന്നതിന് ഓറഞ്ച് കളർ ആയിരിക്കും. കംപ്രസ്ഡ് എയർ പോകുന്ന ലൈനിൽ ഗ്രേ കളർ ആയിരിക്കും. സ്റ്റീം പോകുന്നതിന് സിൽവർ ലൈൻ ആയിരിക്കും ആ പൈപ്പിന് കൊടുത്തിരിക്കുന്നത്. സീ വാട്ടർ പോകുന്ന പൈപ്പിന് ഗ്രീൻ കളറിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. അവസാനമായി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഷിപ്സ് ആണ്. പല ടൈപ്പിലുള്ള ഷിപ്പുകളുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിന്റെ ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് പാസഞ്ചർ ഷിപ്പ്. അപ്പോൾ ഇതിൽ പാസഞ്ചേഴ്സിന് പോകുന്നതിന് ഉള്ള ഷിപ്പാണിത്. അടുത്തത് കണ്ടെയ്നർ ഷിപ്പ്. അപ്പോൾ ഇതിൽ കണ്ടെയ്നേഴ്സ് ആണ്, നമ്മൾ കാർഗോ കണ്ടെയ്നറിലാക്കിയിട്ട് അതിനെ കയറ്റിക്കൊണ്ടു പോകുന്ന ഷിപ്പിനെയാണ് കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ ബൾക്ക് കാരിയർ, ഇതും ഒരു കാർഗോ ഷിപ്പാണ്. അതിനകത്ത് നമുക്ക് മറ്റു കണ്ടെയ്നറിലല്ലാത്ത കാർഗോസ് കൊണ്ടുപോകുന്നതാണ് ബൾക്ക് കാരിയർ. ദെൻ അടുത്ത ടാങ്കർ, ഇതിനകത്ത് പെട്രോളിയം കൊണ്ടുപോകുന്നതിനുള്ള കപ്പലാണിത് ടാങ്കർ എന്ന് പറയുന്നത്. അതേപോലെ LPG കാരിയർ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കൊണ്ടുപോകുന്ന കാരിയറാണിത്. അതേപോലെ തന്നെ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അത് കൊണ്ടുപോകുന്ന ഷിപ്പാണിത്.
അടുത്തത് കാർ കാരിയർ. അപ്പോൾ കാറുകൾ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ചെയ്തിരിക്കുന്ന ഒരു ഷിപ്പാണത്. അതേപോലെ കെമിക്കൽ ടാങ്കർ, കെമിക്കലുകൾ കൊണ്ടുപോകാനായിട്ടുള്ള ഷിപ്പാണത് കെമിക്കൽ ടാങ്കർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ബാർജ്. ബാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം പരന്നിരിക്കും, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണത്. അതിനകത്ത് നമുക്ക് ഇതേപോലെ കാർഗോസ് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ കഴിയും. അടുത്തത് പ്രോജക്റ്റ് വെസലാണ്. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഓഫ് ഷോറിൽ, കടലിനകത്ത് എണ്ണക്കിണർ കുഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് എല്ലാം ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കും. അപ്പോൾ പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വെസലാണിത്. അതിനെ പ്രോജക്റ്റ് വെസൽ എന്നാണ് പറയുന്നത്. അടുത്തത് ഡ്രെഡ്ജർ എന്ന് പറയും. ഇത് ഉപയോഗിക്കുന്നത് കടലിന്റെ അടിത്തട്ടില് മണ്ണ് മാറ്റിക്കൊണ്ട് അതിന്റെ ആഴം കൂട്ടുന്നതിന്, അല്ലെ കടലിന്റെ ആഴം കൂട്ടാനായിട്ടാണ് ഈ വെസൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേക മണ്ണ് മാന്തികളൊക്കെ ഉണ്ട്, അത് വെച്ച് കോരി അതിനകത്ത് തന്നെ മണ്ണ് വാരിയിടും. അങ്ങനെ അടിത്തട്ടിന്റെ ആഴം കൂട്ടാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.